ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാനില്ലേ ഇന്നത്തെ വീഡിയോയിൽ കുറേ പേര് എൻ്റെ അടുത്ത് റിക്വസ്റ്റ് ചെയ്തായിരുന്നു ഒരു മേക്കപ്പ് ട്യൂട്ടോറിയൽ ഒന്ന് ചെയ്യൂ എന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ടുള്ള ഒരു മേക്കപ്പ് വീഡിയോ ചെയ്യാമെന്നാണ് ഞാൻ വിചാരിച്ചത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഞാനിപ്പോൾ മൈക്ക് ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഹെഡ്സെറ്റിൻ്റെ മൈക്കാണ് യൂസ് ചെയ്യണം. അതുകൊണ്ട് ഞാൻ നമ്മുടെ ഹെയർ പിൻ തന്നെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാണ് ഇവിടെ കുത്തി. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം തന്നെ ഞാനൊരു ഹെയർ സ്റ്റൈലാണ് പ്ലാൻ ചെയ്യുന്നത്. ഈ ഒരു കോമ്പ് കണ്ടോ, ഇത് ഞാൻ ഷെയ്നിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഇതൊരു സെറ്റ് ഉണ്ടായിരുന്നു, ആമസോണിലും ഉണ്ട്, മീഷോയിലൊക്കെ കിട്ടും. ഞാൻ എൻ്റെ ലിങ്ക് കിട്ടുകയാണെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം കേട്ടോ. ഈ ചീപ്പിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇങ്ങനെ മറ്റേ ടൈപ്പ് നമ്മൾ ഇങ്ങനെ പിന്നിട്ടൊക്കെ പോവില്ലേ, അങ്ങനത്തെ ഹെയർ സ്റ്റൈൽസ് ഒക്കെ എടുക്കണമെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഇതിങ്ങനെ ഇങ്ങനെ എടുത്തെടുത്ത് പോകും. ഭയങ്കരമായിട്ട് എളുപ്പത്തിൽ നമുക്കിങ്ങനെ എടുക്കാം. കണ്ടോ, ഇങ്ങനെ എടുക്കാം. എൻ്റെ സ്ഥിരം ഹെയർ സ്റ്റൈലാണ്, പിരിച്ചെടുക്കാം. ഞാൻ ഇങ്ങനെ ഇട്ടാണ് കെട്ടുന്നത്. ഇനി നമുക്ക് തുടങ്ങാം. ഏതെങ്കിലും ഒരു ഫേസ് വൈപ്പ് ഉപയോഗിച്ചിട്ട് നമ്മളൊന്ന് നല്ലോണം ഫേസ് വൈപ്പ് ചെയ്യാം. ഫുള്ളും ക്ലീൻ ചെയ്തിട്ടാ നിറച്ച് ഇതായി. സോ നമുക്ക് ഫസ്റ്റ് തന്നെ മോയ്സ്ചറൈസറാണ് യൂസ് ചെയ്യുന്നത്. ജസ്റ്റ് ഇല്ല നൈറ്റ് ഞാൻ തേച്ചിട്ടാണ് ഞാൻ കിടന്നുറങ്ങുന്നത് കേട്ടോ. ഇത് ആക്നെയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആക്നെ സ്പോട്ട്സും ആക്നെയൊക്കെ വന്ന ആ ടൈമാണ്. ഓയിലി സ്കിന്നാണെങ്കിൽ മാത്രം നിങ്ങളിത് യൂസ് ചെയ്യുക. അല്ലാണ്ട് ഡ്രൈ സ്കിന്നാണെങ്കിൽ എനിക്ക് അറിഞ്ഞുവിടട്ടെ എന്തായിരിക്കും. അപ്പോൾ നിങ്ങൾ ഓയിലി സ്കിന്നാണെങ്കിൽ ഇത് നല്ലതാണ്. ആക്നെ മോയ്സ്റ്റിൻ്റെ ഒരു ഇത് കണ്ടോ, ഇങ്ങനത്തെ ഒരു മോയ്സ്ചറൈസർ നല്ലൊരു സാധനം. എനിക്ക് ഡെർമറ്റോളജിസ്റ്റ് തന്നാണ് കേട്ടോ. എനിക്ക് അവൻ കുറച്ച് സാമ്പിൾസ് കൊണ്ടുവന്നല്ലോ. അപ്പോൾ അതിൽ ഉണ്ടായിരുന്നതാണ് ഈ ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യാൻ പോകുന്നത്. ഫേസ് ഫുള്ളും ചെടുക്കണുള്ളിട്ടാ 3 പ്രാവശ്യം. ഓക്കെ, അത് ഞാൻ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്തു. സ്കിന്നിനൊരു നല്ലൊരു ഗ്ലോ ഉണ്ട്. അപ്പോൾ അടുത്തത് കൺസീലർ. ഇവിടെയൊക്കെ കണ്ട കുറേ കറുത്ത പടികളുണ്ട്. അപ്പോൾ നമ്മളത് കൺസീലർ ഇട്ടേനെ നമുക്കത് കവർ ചെയ്യാം. ഈ മേബിലൈൻ്റെ ഒരു ഇതാട്ടെ യൂസ് ചെയ്തിട്ട് എന്താ വെച്ചത്, ഈ ഒരു കൺസീലർ കേട്ടാ. അതിൻ്റെ മേളിലൊരു സ്പോഞ്ച് ഉണ്ടായി, ഞാൻ പറിച്ച് കളഞ്ഞു. അപ്പോൾ ഞാൻ ഇങ്ങനെ എടുത്താൽ മതി. അപ്പോൾ സാധനം ഇങ്ങനെ വരും, കണ്ടാ, ഇങ്ങനെ വരും. അപ്പോൾ ഞാൻ ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കട്ടാ. ഓക്കെ, അപ്പോൾ ഞാൻ കൺസീലർ അപ്ലൈ ചെയ്തിട്ടോ. ഇതാണ് കൺസീലർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇങ്ങനെയാണ് കണ്ടോ, ഡാർക്ക് സർക്കിൾസ് ഒക്കെ കുറഞ്ഞ്. ഇനി അടുത്തത് ഞാൻ ഇതാണ് യൂസ് ചെയ്യുന്നത്, ഫൗണ്ടേഷനാണ്. ഫൗണ്ടേഷൻ്റെ ഞാൻ ഈ ഫിറ്റ്മി മേബിലൈൻ്റെ ഒരു ഫൗണ്ടേഷനാണ് ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്നത്. അതിൻ്റെ ഒപ്പം ഞാനൊരു ഈ കോസ്ട്രക്സിൻ്റെ മ്യൂസൻ യൂസ് ചെയ്യും കേട്ടോ. സ്നെയിൽ മ്യൂസനാണിത്. നമ്മുടെ ഫൗണ്ടേഷൻ. സോ ഞാൻ കുറച്ച് ഇത് കുറച്ച് ഇങ്ങനെ എടുക്കും. എന്നിട്ട് ഞാൻ അതിൻ്റെ ഒപ്പം ഈ ഒരു ഫൗണ്ടേഷനും കൂടി ഇടും. ഓക്കെ, അതിട്ട് ഞാനിതൊന്ന് മിക്സ് ചെയ്ത് ഇങ്ങനെ കൊടുക്കണേന്. കണ്ടോ, ഇങ്ങനെ ഒരു കളറാണ് ഇതാവുന്നത്. എന്നിട്ട് നമ്മൾ ഫേസിൽ ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഇങ്ങനെ ഇവിടെയും ഫോർഹെഡിലും ചീക്സിലും ചിന്നിലും ഒക്കെയാണ് ഇങ്ങനെ അപ്ലൈ ചെയ്യുന്നത്. ബാക്കിയുള്ളത് നമ്മളിങ്ങനെ ഫുള്ളി ഇങ്ങനെ. ഇപ്പോൾ നേരത്തേലും വ്യത്യാസമില്ല എൻ്റെ സ്കിന്നിൽ. ക്ലീൻ ലുക്ക് കിട്ടും കണ്ട, ഒരു ഗ്ലോയി ഫീൽ കിട്ടും. ഇപ്പോൾ ഇതിൽ നമ്മൾ കോമ്പാക്റ്റ് ഒന്നും നമ്മൾ ഇടില്ല. അടുത്തത് ഞാൻ ഐബ്രോ ഒന്ന് സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇതാണ് എൻ്റെ മേക്കപ്പ് ബുക്ക്. അപ്പോൾ ഈ ഒരു മേക്കപ്പ് ബുക്ക് നല്ല രസമാണ് കാണാൻ. കണ്ടോ, ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ പല ഐഷാഡോ പാലറ്റ്സ് ഒക്കെ ഉണ്ട്. ഓരോരോ പേജസ് പോലെ പല കളറിൽ ഇതുണ്ട്. പിന്നെ ഇതാണെങ്കിൽ എനിക്ക് കിട്ടിയപ്പോഴേ ഇങ്ങനെ ഇത് ഹൈലൈറ്റർ ആണ്. അടുത്തത് ബ്ലഷാണ്. ഇത്ര ബ്ലഷ് ഉണ്ട്, 6 ബ്ലഷ് ഉണ്ട്. പിന്നെ ലാസ്റ്റ് വന്നത് ലിപ്സ്റ്റിക്സും കൺസീലറും കാജൾ പോലെ ഒരു ഇതും വരുന്നുണ്ട്. ലിപ്സ്റ്റിക്സ് ഒന്നും ഞാൻ യൂസ് ചെയ്യല്ല, അതൊക്കെ അമ്മയായിട്ടാണ് യൂസ് ചെയ്തേക്കണം. അതുകൊണ്ട് എനിക്കിതിൽ ലിപ്സ്റ്റിക്സ് ഒന്നും ഇഷ്ടമല്ല, ഇത്തിരി ഗ്ലോസി ടൈപ്പാണ്. പക്ഷേ ഞാനപ്പോൾ ഒന്ന് ഐബ്രോ ഒന്ന് സെറ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ ഈ ഒരു ബ്ലാക്ക് കളറിൽ ഇതായിട്ട് എടുക്കുന്നത്. ഇതെടുത്തിട്ടാണ് ഞാൻ ഐബ്രോ സെറ്റ് ചെയ്യാൻ പോണത്. ഫുൾ സെറ്റ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഐബ്രോ ഒക്കെ ശരിയായി. ഒന്നുമില്ല, ഇനി നമ്മൾ അടുത്തത് ഐഷാഡോ ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇതിൻ്റെ 3 ബ്രഷാണ്. കണ്ടോ, ഈ ഒരു 3 ബ്രഷ് ഉണ്ട്. അതിന് ഞാൻ യൂസ് ചെയ്യണത് ഇതാട്ടോ. അപ്പോൾ ഇതിൽ ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്നത് ഇതാണ്. അതാണ് തോണ്ടി ഇത് തീർന്നിരിക്കണം. കണ്ടോ, ഒന്ന് എല്ലാത്തിലും നമ്മൾ ഫസ്റ്റ് ബേസായിട്ട് കൊടുക്കുന്നത് കേട്ടോ. ഷെയ്ഡ് ഉണ്ട്, ഇത് യൂസ് ചെയ്യും. ഇത് ലൈറ്റായിട്ട് യൂസ് ചെയ്തിട്ട് നമുക്ക് കണ്ണിൻ്റെ അടിയിൽ ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഇങ്ങനെ. അപ്പോൾ നമ്മൾ കൺസീലർ നേരത്തെ ഇട്ടപ്പോൾ കണ്ണ് ഒരുമാതിരി ഇരുന്ന് വെച്ചു. അപ്പോൾ ഇതിടുമ്പോഴത്തേക്കും കണ്ണൊരു നാച്ചുറൽ ലുക്ക് തന്നെ കിട്ടും. ഇനി അടുത്തത് ബ്ലഷ് ഇടലാണ്. എൻ്റെ ഈ ഒരു റെയർ ബ്യൂട്ടിയുടെ ഒരു ബ്ലഷായിട്ട് എൻ്റെ കയ്യിലുള്ളത്. അത് ഇവിടെ പിന്നെ ഇവിടെ ഇങ്ങനെ മൂക്കിൽ കുറച്ചിടാം ഇങ്ങനെ. എന്നിട്ട് നമ്മൾ 2 ഫിംഗർ വെച്ചിട്ട് ഇങ്ങനെ ജസ്റ്റ് എൻ്റെ കയ്യിലൊരു മേക്കപ്പ് ബ്രഷ് ഉണ്ട്. അപ്പോൾ അത് വെച്ച് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന്
ഓക്കെ ഓക്കെ ഓൾ സെറ്റ്. താഴെയും കൂടി ഇപ്പം നമ്മൾ ഇത്ര ഇട്ടാൽ തന്നെ താഴെ അതേപോലെ നമ്മൾ ഇട്ട് കൊടുക്കണം. ഒരു അതിനേലും ഇച്ചിരി ലൈറ്റായിട്ടോ ഒരു അത്ര ലൈറ്റ് ആവരുത്, ആ ഒരു ഇതിന് മാച്ച് ആവുന്ന ഒരു കളർ ഇടാം. കണ്ടോ, അങ്ങനെ ഇട്ട് പോകാം. അപ്പോൾ നമുക്ക് ഓവറായിട്ട് തോന്നത്തില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഇനി അടുത്തത് എനിക്ക് ഇടാനുള്ളത് ഹൈലൈറ്ററാണ്. അപ്പോൾ ഹൈലൈറ്റർ ഞാൻ ഇതിൽ കാണിച്ചല്ലോ, ഒരു തന്നപ്പോൾ ഇങ്ങനെ ഇരുന്നേച്ചപ്പോൾ ഈ ഒരു ഹൈലൈറ്റർ, ഈ ഒരു ഹൈലൈറ്റർ മുക്കിൻ്റെ ഇവിടെ കുറച്ചിടാം. എന്നിട്ട് നമ്മൾ ഇങ്ങനെ ഇരിക്കണം, എന്നിട്ട് ഇവിടെ എന്നിട്ട് അപ്പോൾ ചിരിക്കുമ്പോൾ ഇങ്ങനെ ഇവിടെ തിളങ്ങണമല്ലോ, അതുകൊണ്ടാണ് ഹൈലൈറ്റർ. അടുത്ത പരിപാടി ഇനിയുള്ളത് നമ്മുടെ ഐലൈനറും ലിപ്സ്റ്റിക്കുമാണ്. അപ്പോൾ ഞാൻ അടുത്തത് ലിപ്സ്റ്റിക് തന്നെ ഇടാമെന്ന് വിചാരിച്ചു. ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, അതിൽ ഞാൻ ഓൾറെഡി കാണിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ യൂസ് ചെയ്ത ലിപ്സ്റ്റിക്സിൻ്റെയൊക്കെ ഇത്. അപ്പോൾ ഇതാണെങ്കിൽ 150 ഉള്ളൂ ലിപ്സ്റ്റിക്കിന്. ഇത് വെച്ചുള്ള ഒരു കോമ്പോണ് എൻ്റെ ഇപ്പോഴത്തെ കറൻറ്റ് ഫേവറേറ്റ്. പിന്നെ അടുത്തൊരു ലിപ് പെൻസിലുണ്ട്. അപ്പോൾ ഇത് വെച്ച് ജസ്റ്റ് ഈ കളർ നല്ലതാട്ടോ, അതുകൊണ്ടാണ് എടുക്കുന്നത്. നമ്മൾ ലിപ്സ്റ്റിക്ക് ഒക്കെ കഴിഞ്ഞ് ലാസ്റ്റത്തെ ഇതാണ് ഐലൈനറും മസ്കാരയും. ഈ ഒരു ഐലൈനറാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഐലൈനറൊക്കെ ഇട്ടു. അപ്പോൾ അടുത്തത് നമ്മുടെ മസ്കാരയാണ്. ഇതാണ് ഞാൻ ഉദ്ദേശിച്ച സിമ്പിൾ മേക്കപ്പ് ലുക്ക്. ുള്ളൊരു മേക്കപ്പ് ലുക്കാണ്. ഇപ്പോൾ ഞാൻ വെയിലത്ത് നിന്ന് കാണിച്ചാൽ അതെ ലൈറ്റിൽ അവിടെ നിന്നിട്ട് കണ്ടോ. ഞാനൊരു ഫൗണ്ടേഷൻ അപ്പോൾ ഒരു മ്യൂസിയം യൂസ് ചെയ്യാനുണ്ടായിരുന്നു, ഒരു കോസ്ട്രക്സിൻ്റെ അല്ലേ. അപ്പോൾ അതിൻ്റെ ഒപ്പം ഫൗണ്ടേഷൻ യൂസ് ചെയ്ത് ഓപ്ഷണലാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് വേണമെങ്കിൽ മോയ്സ്ചറൈസറും ഫൗണ്ടേഷനും കൂടി യൂസ് ചെയ്ത് നോക്കുക. അതാണെങ്കിലും നല്ലൊരു റിസൾട്ട് തരും കേട്ടോ, ഇങ്ങനെ ഒരു ഗ്ലോയി ഫീൽ തരും. ഫൗണ്ടേഷൻ മാത്രം യൂസ് ചെയ്യുകയാണെങ്കിൽ കുറച്ച് യൂസ് ചെയ്യുക. എവിടെയെന്ന് വെച്ചാൽ ഇവിടെ ഇവിടെ അല്ലാണ്ട് ഇങ്ങനെ ഫുള്ളെടുത്ത് ഇങ്ങനെ കണ്ണിൻ്റെ ഇവിടെയൊക്കെ പെരട്ടരുത്. ഇതാണ് എൻ്റെ മേക്കപ്പ് ലുക്ക്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടോ. ഞാൻ വിചാരിച്ച കൊള്ളാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തെങ്കിലും ലിങ്കൊക്കെ വേണമെങ്കിൽ എൻ്റെ അടുത്ത് കമൻറ്റിൽ ചോദിച്ചോട്ടെ, ഞാൻ എല്ലാം അയച്ചു തരാം. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രേ ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.